ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച കർത്താവിനെ ആദ്യമേ മഹത്വപ്പെടുത്താം. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റുമുള്ള ആളുകളുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കാരണം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് മുന്നേറാൻ കഴിയാതെ നമ്മൾ ചിലപ്പോഴെങ്കിലും ഭയന്നു പോയിട്ടില്ലേ? നമ്മുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആളുകൾ നമ്മെ വിധി എഴുതുമ്പോൾ ഉള്ളിൽ വലിയൊരു കുറ്റബോധവും നിരാശയും പേറി നമ്മൾ ഇടയ്ക്ക് ജീവിക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അധികാരമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യരുടെ എല്ലാ വിമർശനങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 5:22 വചനം ഇപ്രകാരമാണ്: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ലോകത്തിന്റെ മുൻവിധികളെ കപട വിധികൾക്കും അപ്പുറം യഥാർത്ഥ അധികാരം ആരുടെ കൈകളിലാണെന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ പശ്ചാത്തലമാണിത്. യെരുശലേമിലെ ബെത്സൈദ കുളക്കരയിൽ വെച്ച് ചെയ്ത ഒരു അത്ഭുത സംഭവത്തിന് ശേഷമാണ് കർത്താവ് വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നത്. 38 വർഷമായി തളർവാദ രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ യേശു ഒരൊറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു വിട്ടു. എന്നാൽ ആ വലിയ അത്ഭുതത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അന്നത്തെ മത നേതാക്കളായ പരീശന്മാർ യേശുവിനെതിരെ തിരിഞ്ഞു. ശബ്ദനാളിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവർ യേശുവിനെ കുറ്റപ്പെടുത്താനും വിധിക്കുവാനും ഒക്കെ തുടങ്ങി. തങ്ങൾ പറയുന്നതാണ് അവസാനത്തെ നിയമമെന്ന് വിചാരിച്ച ആ പരീശന്മാരുടെ മുഖത്ത് നോക്കി അവരുടെ കപടമായ വിധികൾക്ക് യാതൊരു വിലയുമില്ലെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. മനുഷ്യരുടെ വിധികൾക്ക് നമ്മുടെ ഭാവിയെ തകർക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനം. യേശു പറയുന്നു, പിതാവ് ന്യായവിധിയെല്ലാം പുത്രന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ ലോകത്തിലെ ആളുകൾക്ക് നമ്മെ പരിഹസിക്കാം, നമ്മുടെ കഴിവുകളെ വില കുറച്ച് കാണിക്കാം, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുവരെ വിധി എഴുതാം. എന്നാൽ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ കോടതിയിലെ ജഡ്ജി അവരാരുമല്ല. ആ അധികാരം പിതാവായ ദൈവം നൽകിയിരിക്കുന്നത് പുത്രനായ യേശു ക്രിസ്തുവിനാണ്. ആരാണ് ആ പുത്രൻ? പാപികളോട് ക്ഷമിച്ച, തകർന്നവരെ ചേർത്ത് പിടിച്ച, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കാൽവറിയുടെ ഉന്നതങ്ങളിൽ നൽകിയ ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജഡ്ജി. നമ്മെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ശത്രുവല്ല, മറിച്ച് നമ്മുടെ വിധികർത്താവ്, നമ്മെ ജീവനോടെ സ്നേഹിക്കുന്ന രക്ഷകനാണ്. അതുകൊണ്ട് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സമാധാനം കളയേണ്ട ആവശ്യമില്ല. യേശു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഒരു ശാപത്തിനും വിമർശനത്തിനും നമ്മെ തളർത്താൻ കഴിയില്ല. ഈ വചനം ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ഒരു രക്ഷകൻ മാത്രമല്ല, ന്യായാധിപനും കൂടിയാണ്. പലർക്കും യേശുവിനെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായിട്ടാണ് അറിയുന്നത്. അത് ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ ഈ വചനം നമ്മെ മറ്റൊരു സത്യം കൂടെ പഠിപ്പിക്കുന്നു. യേശു രക്ഷിക്കുന്നവൻ മാത്രമല്ല, അവൻ ന്യായം വിധിക്കുന്നവനും കൂടിയാണ്, ജഡ്ജിയാണ്. ലോകത്തിലെ കോടതികൾ വിധികർത്താക്കന്മാരാം, മനുഷ്യരുടെ വിധികളൊക്കെ തെറ്റാം. പക്ഷേ കർത്താവിൻ്റെ ന്യായവിധി ഒരിക്കലും തെറ്റില്ല. കാരണം അവൻ സർവജ്ഞനാണ്. അവൻ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയവും കൂടെ അറിയുന്നവനാണ്. ഒന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അടുത്തതായി, ദൈവത്തിൻ്റെ ന്യായവിധി പൂർണ്ണമായും നീതിയുള്ളതാണ്. ഈ ലോകത്തിൽ പലപ്പോഴും നാം ആ അനീതി കാണുന്നുണ്ട്. നല്ലവർ കഷ്ടപ്പെടുന്നു, ദുഷ്ടന്മാർ വിജയിക്കുന്നത് പോലെ നമ്മൾ കാണുന്നു. സത്യസന്ധരായവർ അവഗണിക്കപ്പെടുന്നു, ചതിക്കുന്നവർ ഭയങ്കരമായിട്ട് മുന്നേറുന്നത് പോലെ നാം കാണാറുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊക്കെ നിരാശ തോന്നാം. എന്നാൽ യേശുവിൻ്റെ ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഒരു ദിവസം എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്കുണ്ടാകും. ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കും, ഓരോ തീരുമാനവും ദൈവത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരും. നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതിനാൽ നാം അനീതിയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അടുത്തത്, ന്യായവിധിയുടെ അധികാരം യേശുവിൻ്റെ ദൈവികത തെളിയിക്കുന്നു.
ഒരു സാധാരണ മനുഷ്യന് ലോകത്തെ ന്യായം വിധിക്കാൻ കഴിയില്ല. ഈ അധികാരം ദൈവത്തിൻ്റെതാണ്. എന്നാൽ യേശു പറയുന്നു, ന്യായവിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ യേശു തൻ്റെ ദൈവിക അധികാരം വെളിപ്പെടുത്തുകയാണ്. അവൻ ഒരു മഹാന അധ്യാപകൻ മാത്രമല്ല, ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ജീവിക്കുന്ന ദൈവപുത്രനാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്ര സത്യം. അടുത്തതായി, ന്യായവിധിയുടെ സന്ദേശം ഭയപ്പെടുത്താനല്ല, നമ്മെ തയ്യാറാക്കാനാണ്. യേശുവിന്റെ ഉദ്ദേശം നമ്മെ ഭയപ്പെടുത്തുകയല്ല, നമ്മെ തയ്യാറാക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന പോലെ, ഒരു കായിക താരം മത്സരത്തിന് തയ്യാറാകുന്ന പോലെ നമ്മുടെ ജീവിതവും ഓരോ വിശ്വാസികളും നിത്യജീവിതത്തിനായി തയ്യാറാകുന്നു. ഓരോ ദിവസവും ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നമ്മൾ ശ്രമിക്കണം. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശുദ്ധിയോടും കൂടെ ജീവിക്കണം. ഇന്ന് കൃപയുടെ ദിനമാണ്. യേശു ഇന്ന് ന്യായാധിപൻ മാത്രമല്ല, അവൻ രക്ഷകനുമാണ്. ഇന്ന് അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാം, അവന്റെ ക്ഷമ സ്വീകരിക്കാൻ, അവന്റെ വഴിയിൽ നടക്കാൻ നമ്മെ അവൻ ക്ഷണിക്കുകയാണ്. അവന്റെ വിധി എപ്പോഴും കൃപയുടേതാണ്. ഇന്ന് അവന്റെ കൃപ നമുക്ക് ലഭ്യമാണ്. ഇന്ന് അവന്റെ സ്നേഹം നമുക്ക് ലഭ്യമാണ്. ഇന്ന് അവന്റെ രക്ഷ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഈ അവസരം നാം പാഴാക്കരുത്. ഇന്ന് ലോകത്തിന്റെ വിമർശനങ്ങൾ കണ്ട് നാം പിൻവാങ്ങരുത്. മനുഷ്യരുടെ വ്യാജമായ കോടതികളിൽ നിന്നും ധൈര്യമായി ഇറങ്ങി നടക്കുക. നമ്മുടെ വിജയം ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞു. നാം ആരാധിക്കുന്ന യേശുക്രിസ്തു വെറും ചരിത്രത്തിലെ ഒരു വ്യക്തിയല്ല, അവൻ ദൈവപുത്രനാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ രാജാതിരാജനാണ്. അവൻ നമ്മുടെ ന്യായാധിപനുമാണ്. അതുകൊണ്ട് നാം ഭയത്തോടെ അല്ല, വിശ്വാസത്തോടെ ജീവിക്കാം. നിരാശയോടെ അല്ല, പ്രത്യാശയോടെ ജീവിക്കാം. ലോകത്തിന്റെ വിധിയേക്കാൾ ദൈവത്തിന്റെ അംഗീകാരത്തെ തേടാം. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് പ്രസാദകരമാണോ? അവന്റെ കൃപയിൽ ആശ്രയിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിച്ച് ഒരു ദിവസം അവന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ, തൻ്റെ ഇടത്തോടെ, അധികാരത്തോടെ അപ്പന്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അകപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് പങ്കുവെക്കുന്നവരെയും നിന്റെ തൃപ്പാദത്തിൽ ഈ നിമിഷം അവരെ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ചെറിയന്മറയിൽ അവരെ മറച്ചു കൊള്ളണമേ. ഏതൊരവസ്ഥയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവെ, നിന്റെ കൃപയിൻ ചിറകിൻ മറവിൽ അവരായിരിക്കാൻ തക്കവണ്ണം എല്ലാ സാഹചര്യങ്ങളെയും അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ടുന്ന വചനം കർത്താവെ, ഞങ്ങൾ ആശ്വാസത്തിൻ്റെ വചനമാണല്ലോ. കർത്താവെ, അടിയങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും അടിയങ്ങളോട് ക്ഷമിച്ച് നിന്റെ ചെറിയ മറവിൽ ശിഷ്ടജീവിതം കഴിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് പാപങ്ങളെ തിരിച്ചു തരണമേ. ഞങ്ങൾക്ക് പൊറുപ്പാനും ക്ഷമിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള കഴിവ് നൽകണമേ. കുറ്റങ്ങൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് നിന്റെ തിരുസന്നിധിയിൽ കർത്താവെ നിന്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ന്യായവിധി നിന്റേതാകുന്നുവല്ലോ കർത്താവെ. ഈ ലോകത്തിന് ഞങ്ങളെ പലതും പറഞ്ഞ് ന്യായം വിധിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ അവസാന ന്യായവിധി നീ മാത്രമാകുന്നു. ശരിയും തെറ്റും തിരിച്ചറിയുന്ന നീ മാത്രമാകുന്നു. പല അനീതികളും ഞങ്ങൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. പലരും ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വിധിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവെ, അവരോട് ക്ഷമിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ അവരോടും ക്ഷമിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി അവരോട് ക്ഷമിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേക ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ഈ നിമിഷം മുതൽ നിന്റെ ചെറിയ മറവിൽ നീ മറക്കണമേ. നീ അഭിഷേകം ചെയ്യണമേ. നീ ആലോചന പറഞ്ഞ് വഴി നടത്തണമേ. നിന്റെ ചെറിയ മറവിൽ ആയിരിക്കാൻ തക്കവണ്ണം, നിന്റെ രക്ഷയുടെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ആലോചനകളെ പറഞ്ഞ് വഴി നടത്തണമേ. അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ നൽകുമാറാകണമേ. സർവ്വവിധ രോഗങ്ങൾക്കും സർവ്വവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നീ കൊടുക്കണമേ. കർത്താവെ, ജീവിതം ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന പലരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഈ നിമിഷം തൊട്ട് അനുഗ്രഹിക്കണമേ. കഠിന രോഗങ്ങളാൽ വേദനകൾ അനുഭവിക്കുന്ന, മറ്റു അനേക പ്രശ്നങ്ങളാൽ വേദനകൾ അനുഭവിക്കുന്ന, കുടുംബ പ്രശ്നങ്ങളാൽ വേദനകൾ അനുഭവിക്കുന്ന, സാമ്പത്തിക പ്രശ്നങ്ങളാൽ വേദനകൾ അനുഭവിക്കുന്ന, ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് അറിയാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും നാനാവിധമായ
പ്രശ്നങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ ഈ നിമിഷം ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ആശ്വാസ കരങ്ങൾ നീട്ടി അവരെ അഭിഷേകം ചെയ്യണമേ. നീ നിറയ്ക്കണമേ, നിന്റെ ചെറിയൻ മറയിൽ അവരെ മറയ്ക്കണമേ. അന്ധകാര ശക്തികൾ തൊടുവാൻ പോലും നീ അനുവദിക്കരുതേ. രക്ഷകൻ നീ മാത്രമാണ്, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അടിയുറച്ച് വിശ്വസിച്ച് കർത്താവ് നിന്നിൽ ജീവിപ്പാൻ തക്കവണ്ണം ശിഷ്ടജീവിതത്തെ നീ ക്രമീകരിക്കണമേ. ഇത്രത്തോളം അനുഗ്രഹിച്ച് ഞങ്ങളെ പരിപാലിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധനായ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.